കറണ്ട് പോയോ? വിഷമിക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് എമർജൻസി ഉണ്ടാക്കാം. പോകാം വീഡിയോയിലേക്ക്. സിമ്പിൾ എമർജൻസിക്ക് നമുക്ക് വേണ്ടത് ആദ്യമായിട്ട് ഒരു റീചാർജിങ് ബൾബ്. ഇതിന് ഏകദേശം കടയിൽ നമുക്കൊരു 350 രൂപയ്ക്ക് ഈ ബൾബ് കിട്ടും. അതുപോലെ തന്നെ ഇതിന് വേണ്ട ഹോൾഡർ, ഇത് കണക്ട് ചെയ്യാനുള്ള ഹോൾഡർ, പിന്നെ വയർ നമുക്ക് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് അതിന് ആവശ്യമായിട്ടുള്ള നീളത്തിൽ നമുക്ക് ഇഷ്ടാനുസരണം വയർ മുറിച്ചെടുക്കാം. പിന്നെ വേണ്ടത് ഇതിൻ്റെ മെയിൻ കണക്ടറാണ് വേണ്ടത്, 2 പിൻ കണക്ടർ, അതുപോലെ തന്നെ ഒരു ഫീമെയിൽ കണക്ടർ ഇതിൻ്റെ. ഇനി ഇത് റെഡിയാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ടൂൾസ് ഒരു സ്ക്രൂ ഡ്രൈവർ, ഒരു നൈഫോ സ്ട്രിപ്പറോ എന്തെങ്കിലും മാത്രം മതി. നമുക്കിത് ഈ ഹോൾഡറിൽ ഈ വയർ കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നു. ഇത് വളരെ സേഫ്റ്റിയാണ്. കൊച്ചു പിള്ളേർക്കാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു എമർജൻസിയാണിത്. ഇത്ര നമ്മൾ റെഡിയാക്കി കഴിക്കും. പിന്നെ ഇത് ഒന്നുമില്ല, ഇതുപോലെ തന്നെ നമ്മൾ 2 പിൻ ഇവിടെ കണക്ട് ചെയ്യുന്നുള്ളൂ. മുമ്പ് നേരത്തെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. ഇതിങ്ങനെ വയ്ക്കുക. ടൈറ്റ് ചെയ്യുക. ഹോൾഡറും കണക്ടറും നമ്മൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഫീമെയിൽ കണക്ടർ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷോർട്ട് ചെയ്യണം. കണ്ടോ, ഈ 2 എൻഡും തമ്മിൽ ഇങ്ങനെ ഒരു വയർ വെച്ച് നമ്മൾ ഷോർട്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ എമർജൻസി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഈ ബൾബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് കറണ്ട് പോകുമ്പോഴാണ് ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആവും. ഇതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സ്വിച്ച് ഓൺ ആയി കടന്നു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ആവും. ഇതുണ്ട്, നമ്മൾ സ്ക്രൂ ഡ്രൈവറാണ്, ഇത് വെച്ചിട്ട് നമുക്ക് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. ഏകദേശം ഒരു 3 മണിക്കൂർ, 4 മണിക്കൂർ പറയാം, പക്ഷേ എന്നാലും 3 മണിക്കൂർ മിനിമം നമുക്ക് നന്നായിട്ട് ബാക്കപ്പ് കിട്ടുന്നത്. നമ്മളിങ്ങനെ എടുക്കുന്നു, കണക്ട് ചെയ്യുന്നു. ഈ ഫീമെയിൽ ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 പിന്നുമായിട്ട് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിലോട്ട് ഇത് ഈസി സിമ്പിളായിട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചെറിയ ലൂസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, പേടിക്കാൻ ഞാൻ പേടിച്ചു പോയി. എന്ത് പറ്റി കണ്ടോ, സിമ്പിൾ. നമുക്കിത് എവിടെ വേണേലും കൊണ്ടു നടക്കാം. എവിടെയെങ്കിലും ഇതിൻ്റെ ബാക്കിലൊരു ഹോളുണ്ട്, അത് വെച്ച് നമുക്ക് എവിടെയെങ്കിലും തൂക്കിയിടാം. ആവശ്യം കഴിഞ്ഞാൽ ഊരിയെടുക്കാം, കണക്ട് ചെയ്യാം. കണ്ടോ, ഇത്രേ ഉള്ളൂ. നോർമലായിട്ട് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞ് കിടക്കും. ഇത് കറണ്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓണാകും. ബാക്കിപ്പോൾ ഏകദേശം മുമ്പ് പറഞ്ഞ പോലെ 3 മണിക്കൂർ 3.5 മണിക്കൂർ എന്തായാലും നമുക്ക് കിട്ടും. നമുക്ക് ഈസി ആയിട്ട് ഇപ്പം കിച്ചണിലൊക്കെ ആണെങ്കിലും ഇതുകൊണ്ടായി നമുക്ക് തൂക്കിയിടാം. ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതുകൊണ്ട് ഈ ഹോളുണ്ട്,
നമ്മളിവിടെ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ടെമ്പററി ആയിട്ട് കേസ് കറണ്ട് പോയി നമുക്കിത് എടുത്തിട്ട് ഇങ്ങനെ ഓണാക്കി സ്വിച്ച് ഓണാക്കി തന്നെ നമുക്ക് കത്തും. അല്ലാതെ നമുക്ക് വേറെ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് റിമൂവ് ചെയ്യുക. ഈ ഫീമെയിൽ ഇതിലോട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക, ബൾബ് തെളിയും. നമുക്ക് സിമ്പിളായിട്ട് ഒരു 500 രൂപ താഴെയേ ഉള്ളൂ ഇതിൻ്റെ എമൗണ്ട് വരത്തുള്ളൂ. അതായത് ഒരു 450 രൂപയൊക്കെ റേഞ്ചിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്തെടുക്കാം. ഇത് 9 വാട്ട്സിൻ്റെ ബൾബാണ്. ഇതിന് അത്യാവശ്യം വെട്ടമുണ്ട്. ഞാൻ ഇതിൽ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അത്യാവശ്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.